രാഷ്ട്രീയത്തിന്റെ ചരിത്ര വഴികളെ പാടെ മാറ്റിമറിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി തുടർച്ചയായിട്ടുള്ള ഭരണത്തിന്റെ അപൂർവ റെക്കോർഡ് സ്വന്തമാക്കിയത്. 2014 കേവലം ഒരു ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ മോദി യുഗം ഭരണവിരുദ്ധ വികാരങ്ങളെ മറികടന്ന് 2019 തുടർന്ന് സഖ്യകക്ഷി പിന്തുണയോടെ 2024 ജനവിശ്വാസം ആവർത്തിച്ചുറപ്പിച്ച് മൂന്നാം തവണയും വിജയകരമായിട്ട് മുന്നേറുകയാണ്. ജനാധിപത്യ പ്രക്രിയയിലൂടെ ജനങ്ങളാൽ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരൊറ്റ ദിവസം പോലും ഭരണത്തിൽ ഇടവേളകളില്ലാതെ രാജ്യം നയിച്ച ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള ജനകീയ നേതാവായിട്ട് അദ്ദേഹം ഇതോടെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ ഇന്ത്യയിൽ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് പ്രധാനമന്ത്രി പദവിയിലിരുന്ന വ്യക്തി സ്വതന്ത്ര ഇന്ത്യയുടെ ശില്പിയായ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1952 രാജ്യത്തെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം 1964 മെയ് 27 അന്തരിക്കുന്നത് വരെ 4398 ദിവസങ്ങളാണ് അദ്ദേഹം തുടർച്ചയായിട്ട് പദവിയിലിരുന്നത്. നെഹ്റു 1947 മുതൽ 1964 വരെ ആകെ 6130 ദിവസങ്ങൾ ഭരിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ആദ്യത്തെ 5 വർഷം രാജ്യം തെരഞ്ഞെടുപ്പിലൂടെയല്ല, മറിച്ച് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള ഇടക്കാല സർക്കാരിന്റെ ഭാഗമായിട്ട് നാമനിർദ്ദേശം ചെയ്ത പദവിയായിരുന്നു. ആ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഭരണത്തിന്റെ നാഴികക്കല്ലാണ് 4399 ദിവസങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് നരേന്ദ്രമോദി ഇപ്പോൾ മറികടന്നത്. ഇതിനു മുമ്പ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ തുടർച്ചയായ ഭരണ റെക്കോർഡ്, അതായത് 1966 ജനുവരി മുതൽ 1977 മാർച്ച് വരെയുള്ള 4077 ദിവസങ്ങൾ നരേന്ദ്രമോദി വിജയകരമായിട്ട് മറികടന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി എന്ന ചരിത്രപരമായിട്ടുള്ള ബഹുമതിയും ഇപ്പോൾ അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുണ്ടായിരുന്ന ദീർഘകാല ആധിപത്യത്തിനും രാഷ്ട്രീയ സമവാക്യങ്ങൾക്കും ബദലായിട്ട് ഒരു ശക്തമായിട്ടുള്ള ഭരണ സംവിധാനം, സംഘടനയും ദേശീയ തലത്തിൽ കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ റെക്കോർഡിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യം. കഴിഞ്ഞ 12 വർഷത്തെ ദീർഘമായിട്ടുള്ള ഭരണത്തിനിടയിൽ രാജ്യം സാക്ഷ്യം വഹിച്ച വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ജനപ്രീതി നിരന്തരം നിലനിർത്തിയത്. ജൻധൻ അക്കൗണ്ടുകൾ വഴിയുള്ള ബാങ്കിംഗ് വിപ്ലവം, ഡിജിറ്റൽ പൊതു ഇൻഫ്രാസ്ട്രക്ചർ, ആയുഷ്മാൻ ഭാരത്, ആരോഗ്യ ഇൻഷുറൻസ്, സാധാരണക്കാർക്ക് വീടും പാചകവാതകവും നൽകുന്ന പദ്ധതികൾ എന്നിവ രാജ്യത്തെ ജനജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ ഭരണഘടനാപരമായിട്ടുള്ള കാശ്മീരിന്റെ പ്രത്യേക പദവി, അതായത് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതും ഏകീകൃത നികുതി വ്യവസ്ഥയായ GST നടപ്പിലാക്കിയതും കള്ളപ്പണത്തിനെതിരെയുള്ള സാമ്പത്തിക നടപടികളും ഈ ഒരു ഭരണകാലത്തെ ഏറ്റവും വലിയ തന്ത്രപ്രധാന തീരുമാനങ്ങളായിരുന്നു. ദേശീയപാതകളുടെ ദ്രുതഗതിയിലുള്ള നിർമ്മാണം, അതിവേഗ ട്രെയിനുകളായിട്ടുള്ള വന്ദേ ഭാരത് ശൃംഖലകൾ, മെട്രോ റെയിലുകൾ, പുതിയ 100-ലധികം വിമാനത്താവളങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിലൂടെ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് ഈ 4399 ദിവസങ്ങളിൽ ഉണ്ടായത്. സാമ്പത്തിക രംഗത്ത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ആഗോള ഉൽപാദന ഹബ്ബായിട്ട് ഇന്ത്യയെ മാറ്റാനും പ്രതിരോധ മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തത നേടാനും ഈ ഒരു ഭരണം വഴിയൊരുക്കി. കൂടാതെ G20 ഉച്ചകോടിയുടെ അധ്യക്ഷ പദവി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നയതന്ത്ര വിജയങ്ങളിലൂടെ ലോകവേദികളിൽ ഭാരതത്തിന്റെ ശബ്ദത്തിന് വലിയ സ്വാധീനം ഉറപ്പാക്കാനും മോദിക്ക് സാധിച്ചു. വലിയ വികസന നേട്ടങ്ങൾ ഭരണപക്ഷം അവകാശപ്പെടുമ്പോഴും മോദി സർക്കാരിന്റെ ഈ ഒരു നീണ്ട കാലയളവ് നിരവധി ആഭ്യന്തര വെല്ലുവിളികളെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങളെയും നേരിട്ടിട്ടുണ്ട്. രാജ്യത്തെ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ നിരക്ക്, ചരിത്രപരമായിട്ടുള്ള കർഷക പ്രക്ഷോഭങ്ങൾ, രൂപയുടെ മൂല്യത്തകർച്ച, കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള സാമ്പത്തിക നയങ്ങൾ എന്നിവയ്ക്കെതിരെ പ്രതിപക്ഷം വലിയ രീതിയിൽ ജനരോഷം ഉയർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജനാധിപത്യ സ്ഥാപനങ്ങളുടെയും അന്വേഷണ ഏജൻസികളുടെയും സ്വയം ഭരണാധികാരത്തിന്മേലുള്ള കേന്ദ്ര ഇടപെടലുകളെ കുറിച്ചുള്ള തർക്കങ്ങളും ഈ ഒരു ഭരണകാലത്ത് നിരന്തരം രാഷ്ട്രീയ സംവാദങ്ങൾക്ക് കാരണമായിരുന്നു. വിവിധ കോണുകളിൽ നിന്നുള്ള കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുക എന്ന വ്യക്തമായിട്ടുള്ള ലക്ഷ്യത്തോടെയാണ് നരേന്ദ്രമോദി തന്റെ 13ാം വർഷത്തെ ഭരണത്തിലേക്ക് ചുവടുവെക്കുന്നത്. 4399 ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഇന്ത്യൻ ജനതയ്ക്കിടയിലും അന്താരാഷ്ട്ര തലത്തിലും അദ്ദേഹത്തിനുള്ള ഭരണ സ്വാധീനം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നാണ് സമകാലിക വിലയിരുത്തലുകൾ വ്യക്തമാക്കുന്നത്. ഈ ഒരു റെക്കോർഡ് നേട്ടം വരും തലമുറകളിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് എളുപ്പത്തിൽ മറികടക്കാൻ ബുദ്ധിമുട്ടുള്ള തരത്തിൽ ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ്.
വിമർശനങ്ങളുടെയും കടുത്ത രാഷ്ട്രീയ വെല്ലുവിളികളുടെയും കൊടുങ്കാറ്റുകൾക്കിടയിലും 4399 ദിവസങ്ങൾ പിന്നിട്ട നരേന്ദ്രമോദി കുതിക്കുമ്പോൾ അത് കേവലം ഒരു ഭരണ റെക്കോർഡ് മാത്രമല്ല, മറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് ഒരു ജനനായകൻ മാറിയതിന്റെ ചരിത്ര സാക്ഷ്യം കൂടിയാണ്. വരും തലമുറകൾക്ക് അത്ര എളുപ്പം ഭേദിക്കാനാകാത്ത വിധം ഭാരതത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിൽ അദ്ദേഹം തന്റെ പേര് സ്വർണ്ണ ലിപികളാൽ എഴുതി ചേർത്ത് കഴിഞ്ഞിരിക്കുന്നു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് 13ാം വർഷത്തിലേക്ക് അദ്ദേഹം രാജ്യത്തെ നയിക്കുമ്പോൾ മോദി യുഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തത്തുല്യമില്ലാത്ത ഒരു പെരുങ്കടലായിട്ട് അജയ്യമായി നിലകൊള്ളുകയാണ്.